ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക് മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു മൊമെൻ്റ് ഏരിയ മെത്തേഡുണ്ട്. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു SA1 നിങ്ങൾ പഠിച്ചെന്ന് തോന്നുന്നു. എങ്ങനെയാണ് മൊമെൻ്റ് ഏരിയ മെത്തേഡിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്നത്. ഈ ഒരു കാര്യം നോക്കുക. സ്ക്രീൻ കാണാവോ? കാണാം സാർ. ഓക്കെ. എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? മൊമെൻ്റ് ഏരിയ മെത്തേഡിൽ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? പറഞ്ഞോളൂ. ഏരിയ M/A ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. M/A ഡയഗ്രത്തിന്റെ ഏരിയയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷനോ? ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പറഞ്ഞോ. അതായത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ദി ഏരിയ ഓഫ് M/A, അതായത് M/A ഡയഗ്രത്തിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ഓക്കെ. നമുക്കത് ഇപ്പം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. എന്നാലും നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളൂ. ഓക്കെ. ഈ ഒരു കേസ് നോക്കാം. നമുക്ക് ഒരു കാൻലിവർ ബീമാണിത്. കാൻലിവർ ബീമിൽ എൻഡിൽ ഒരു കോൺസെൻട്രേറ്റഡ് റോഡുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം M/A ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും മൊമെൻറ്റ് ബൈ, അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് M=W×L, അതായത് ലോഡ് ഇൻറ്റു ലെങ്ത്. അതാണ് നമ്മുടെ M/A എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് അതായത് മൊമെൻറ്റ്. ഇനി ഡിവൈഡഡ് ബൈ EI. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ലോഡാണ്. അതായത് 1 kN വാല്യൂ ഉള്ള ഒരു യൂണിറ്റ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്കറിയാം W വാല്യൂ 1 ആയിരിക്കും. സോ L എന്ന് മൊമെൻ്റ് എന്ന് പറയുന്നത് L തന്നെ ആയിരിക്കും. സോ L/EI. നമുക്കപ്പം ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് L/EI. സോ വാട്ട് ഇസ് ദി ഏരിയ? ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ഇൻറ്റു L/EI ഇൻറ്റു ലെങ്ത്, L²/2EI എന്ന് വരും. ഓക്കെ. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് നമുക്ക് L²/2EI എന്ന് വരും. ഇനി മൊമെൻ്റ് ഓഫ് ദി ഏരിയ, ഈ ഏരിയയുടെ ഓൾറെഡി നമുക്ക് ഏരിയ കിട്ടി. ഈ ഏരിയയുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും
സെൻട്രോയിഡിൽ കൂടുതലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടുന്ന് സെൻട്രോയിഡ് എവിടെ വരുന്നത്? 2/3 ഓഫ് ലെങ്ത്. സോ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിൽ നിന്നും 2/3 ഓഫ് ലെങ്ത് ആണ് സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത്. സോ ഏരിയ ഇൻറ്റു 2/3 ഓഫ് ലെങ്ത് L3/3A വരും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് സ്ലോപ്പും ഒന്ന് ഡിഫ്ലക്ഷനും. സ്ലോപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി M/A ഡയഗ്രാം, അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ദി ഏരിയ. മൊമെൻറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കും. എല്ലാവരും ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ F21 എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലോപ്പ്, F11 എന്ന് പറയുന്നത് അവിടുത്തെ ഡിഫ്ലക്ഷൻ. സ്ലോപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി M/A ഡയഗ്രാം, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി M/A ഡയഗ്രാം. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കോർഡിനേറ്റ് 2 എന്ന് പറയുന്ന കോർഡിനേറ്റ്, അതെന്ന് പറയുന്നത് സ്ലോപ്പാണ്, അതായത് മൊമെൻ്റ് ആണ്. സോ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്തു. ഓൾറെഡി നമുക്ക് ഇക്വേഷൻസ് അറിയാം. ഒരു കാൻഡിലിവർ ബീമിൽ മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇതാണ് ഇക്വേഷൻ. ഒരു കാൻഡിലിവർ ബീമിൽ മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ML/EAയും ML²/2EA ആണ്. ഓക്കെ, സോ ML/EAക്കകത്ത് എമ്മിൻ്റെ വാല്യൂ 1, അതായത് യൂണിറ്റ് മൊമെൻ്റ് ആണ് അപ്ലൈ ചെയ്തത്. എമ്മിൻ്റെ വാല്യൂ 1, സോ L/EA. എമ്മിൻ്റെ വാല്യൂ 1, L/EA. ഇനി അതിൻ്റെ മൊമെൻറ്റ്, സോ നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡ് എപ്പോഴും നടുക്കായിരിക്കും, അതായത് ഹാഫ് ലെങ്തിൽ. സോ ഏരിയ ഇൻറ്റു ഹാഫ് ഓഫ് ദി ലെങ്ത് L²/2A, അതായിരിക്കും അവിടുത്തെ ഡിഫ്ലക്ഷൻ. അപ്പം സ്ലോപ്പ് നമുക്ക് L/EA കിട്ടി, ഡിഫ്ലക്ഷൻ L²/EA കിട്ടി. ഇനി ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് രണ്ട് വാല്യൂസ്, L²/2EAയും L3/3Aയും. അതെന്ന് പറയുന്നത് നമ്മുടെ F11ലും F21ലും അപ്ലൈ ചെയ്തു. സോ F11 എന്ന് പറയുന്നത് L3/3A, F21 എന്ന് പറയുന്നത് L²/2A. സിമിലർലി നമുക്ക് രണ്ടാമത്തെ കോർഡിനേറ്റ് മീൻസ് മൊമെൻറ്റിൽ, അതായത് റൊട്ടേഷനിൽ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് L²/2EAയും L/2EAയും. അത് നമ്മൾ അതാത് കോർഡിനേറ്റ്സിൽ എഴുതും. സോ
F11, F12, F21, F22. അവിടെ നമ്മൾ കറക്റ്റ് പൊസിഷൻസിൽ ആ വാല്യൂസ് എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്ത ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേന് കുറച്ചും കൂടി ക്ലിയർ ആവും. ഡെവലപ്പ് ദി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദി ബീം വിത്ത് സിസ്റ്റം കോർഡിനേറ്റ്സ് ഷോൺ ഇൻ ദി ഫിഗർ. അതായത് 1, 2, 3 കോർഡിനേറ്റ്സ് ഇതാണ് 1, 2, 3. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതുപോലെ രണ്ടാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതുപോലെ മൂന്നാമത്തെ കോർഡിനേറ്റിലും യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അപ്പം നമുക്ക് 1, 2, 3. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആയിരിക്കും. കണ്ടോ, ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ആദ്യം ഒന്നാമത്തെ കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഈ 1 എന്ന് കാണിച്ചിരിക്കുന്നത് യൂണിറ്റ് ലോഡാണ്. ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് F11. ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് F21. ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് F31. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ മൊമെൻ്റേറിയം മെത്തേഡ് അനുസരിച്ച് ഞാൻ ഒന്നാമത്തെ കോർഡിനേറ്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഇത് L ആണ്, ഇത് 2L ആണ്. എന്താണ് മൊമെൻറ്റ്? മൊമെൻ്റ് അല്ല, ആദ്യം ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് നമുക്ക് ഏരിയ കിട്ടി. ഇനി സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആണ് 12/3. സോ നമുക്ക് അവിടുത്തെ മൊമെൻറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് ഹാഫ് ഇൻറ്റു L ഇൻറ്റു L/EA, അതാണ് നമ്മുടെ ഏരിയ. ഇനി അവിടുത്തെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റാണ്. നമ്മൾ രണ്ടാമത്തെ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലെങ്ത് ഉണ്ട് L. ഇനി ഈ ലെങ്തിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് അതായത് 12/3. ഓൾറെഡി ഒരു ലെങ്ത് ഉണ്ട് L. ഇനി ഇതിൻ്റെ 12/3, അതാണ് മൊമെൻറ്റ്. സോ 5L/3. സോ എത്ര വരും? 5L3/6A എന്ന് വരും. ഇനി അടുത്തത് മൂന്നാമത്തെ നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി 5L/3 പ്ലസ് ലെങ്ത്. സോ 8L3/6A എന്ന് വരും.
എത്ര വരും? 4/3 L3/E എന്ന് വരും. അടുത്ത കേസിൽ അപ്ലൈയിങ് യൂണിറ്റ് ലോഡ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ് 2. രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യും. ഈ ഒരു കേസ് നോക്കുക, ലെങ്ത് 12 ആണ്, ഹൈറ്റ് M/A ആണ്. ഇവിടെ ലെങ്ത് 12 ആയതുകൊണ്ട് എമ്മിന് പറഞ്ഞ് ഞാൻ 12 അപ്ലൈ ചെയ്തു. അപ്പോൾ L/EA എന്ന് വരും. ഹാഫ് ഇൻറ്റു L/EA ഇൻറ്റു 12 ആണ് ലെങ്ത്. ഇനി ഓരോ കോർഡിനേറ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കോർഡിനേറ്റ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത സെയിം കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, F22. അവിടെ ഹാഫ് ഇൻറ്റു L/EA ഇൻറ്റു 12 ഇൻറ്റു 2/3 ഓഫ്, അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 2/3 ലെങ്ത്, 2/3 ഓഫ് 12, ഈ ലെങ്തിൻ്റെ 2/3. ഓക്കെ, കാരണം സെൻട്രോയിഡ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ 2/3 ഈ ഒരു വാല്യൂ. ഓക്കെ, ഇനി F32, അതായത് മൂന്നാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഹാഫ് ഇൻറ്റു 12/EA ഇൻറ്റു 12 ഇനി ഇൻറ്റു 4L/3, ഈ ലെങ്തിൻ്റെ, അതായത് ടോട്ടൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം മൂന്നാമത്തെ കോർഡിനേറ്റ് ഏതാ? ഇവിടെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിൻ്റെ സെൻട്രോയിഡ് പ്ലസ് ലെങ്ത്, സോ 2/3 ഓഫ് 12 പ്ലസ് ലെങ്ത്, അതാണ് 4L/3 പ്ലസ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14 L3/3A എന്ന് വരും. ഓക്കെ, ഇനി F12 എന്ന് പറയുന്നത് അത് സ്ലോപ്പാണ്, അത് ജസ്റ്റ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് മാത്രം ചെയ്താൽ മതി. 5/6 L3/3EA എന്ന് കിട്ടി. ഓക്കെ, വീണ്ടും അടുത്ത കേസ് വരുമ്പോഴത്തേക്കും കോർഡിനേറ്റ് 3യിൽ നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. കോർഡിനേറ്റ് 3യിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മൊമെൻ്റ് എന്താണ്? W ഇൻറ്റു ലെങ്ത് 3L, W വാല്യൂ 1 ആണ്, സോ മൊമെൻ്റ് വാല്യൂ 3L. ഓക്കെ, സോ ടോട്ടൽ M/EA എന്ന് പറയുന്നത് 3L/EA. ഇനി ഏരിയ ഓഫ് ദി M/EA ഡയഗ്രാം, ഇതാണ് ട്രയാങ്കിൾ, ഹാഫ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഇൻറ്റു ലെങ്ത്, 3L/EA ഇൻറ്റു 3L, അതാണ് ഏരിയ ഓഫ് ദി M/EA ഡയഗ്രാം. ഇനി ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, സെൻട്രോയിഡ് എവിടെ? മൊത്തം ലെങ്ത് 3L ആണ്, 3Lൻ്റെ 2/3. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആയിട്ട് നമുക്ക് അവസാനം 9L3/EA എന്ന് കിട്ടി. ഓക്കെ, അത് F33 ആണ്. കാരണം മൂന്നാമത്തെ നോഡിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ നോഡിലുള്ള ഡിഫ്ലക്ഷനാണ് ഇത്. ഇനി എന്താണ് F23? മൂന്നാമത്തെ നോഡിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം രണ്ടാമത്തെ നോഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് F23. ഓക്കെ, അപ്പോൾ അതിന് L/EA ഇൻറ്റു 12 ഇൻറ്റു 12/3, അതായത് നമുക്ക് സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്താൽ മതി. ഇത് ഇവിടെയാണ് സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. L/EA ഇൻറ്റു 12 ഇൻറ്റു 12/2. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 14/3 L3/EA എന്ന് കിട്ടും. ഇനി
മൂന്നാമത്തെ നോഡിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഒന്നാമത്തെ നോഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് 2L/EI ഇൻറ്റു ലെങ്ത് ഇൻറ്റു L/2, ഇവിടുത്തെ ഹാഫ് ഡിസ്റ്റൻസ്. ഓക്കെ, പ്ലസ് ഈ ഡിസ്റ്റൻസ് ഹാഫ് ഇൻറ്റു L/EI ഇൻറ്റു L ഇൻറ്റു 2/3 L. ഈ ട്രയാങ്കിളിൻ്റെ മൊമെൻറ്റ്, അതായത് ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ മൊമെൻറ്റ് ഹാഫ് ഇൻറ്റു L/EI ഇൻറ്റു L, അതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി അതിൻ്റെ മൊമെൻറ്റ്, ട്രയാങ്കിളിൻ്റെ ഏരിയ, അതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് 2/3 L. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4L³/3A എന്ന് കിട്ടും. ഇനി ഓരോ പൊസിഷനിലും കറക്റ്റായിട്ട് ആ വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്യുക. നമുക്ക് ഓരോ കേസിലും കിട്ടിയ വാല്യൂസ് ഓരോ പൊസിഷനിലും നോട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കാരണം കുറച്ച് കൺഫ്യൂസിങ് ആണ് സംഭവം. ഒന്ന് നിങ്ങളുടെ ബുക്കിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതിൻ്റെ സെയിം മെത്തേഡിലുള്ള പ്രോബ്ലംസാണ് ഞാൻ ഈ നമ്മുടെ മെറ്റീരിയലിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, എനിക്കിന്നൊരു ഡ്യൂട്ടി ഉണ്ട്, അപ്പം ഞാൻ കുറച്ച് നേരത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ സർ.